നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജഡ്ജ് എൻ ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തർക്കവും അതൃപ്തിയും പുകയുന്നു. KPCC നേതൃത്വവും ഭാരവാഹികളും മുന്നോട്ട് വെച്ച പേരുകൾ പൂർണ്ണമായും തഴഞ്ഞാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശേഷാദ്രിനാഥിലേക്ക് എത്തിയതെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആക്ഷേപം. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിച്ച കടുത്ത വിയോജിപ്പുകളോടെ അതൃപ്തി പരസ്യമായെങ്കിലും ഇത് മന്ത്രിസഭയിൽ കൃത്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി രംഗത്തെത്തി. ശേഷാദ്രിനാഥ് മുൻ ജഡ്ജും മികച്ച അഭിഭാഷകനുമായിരുന്നുവെന്നും അദ്ദേഹത്തെ വെറുതെ വർഗീയവൽക്കരിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കിയ ഷാജി PM നിയാസിന്റെ വ്യക്തിപരമായ നിലപാടുകളോട് തനിക്ക് എതിർപ്പില്ലെന്നും ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്നും പറഞ്ഞ് തടിയൂരി. ശബരിമല കൊള്ളക്കേസിലെ കമ്പനിയുടെ വക്കീലിനെ സർക്കാർ പ്ലീഡറാക്കിയപ്പോൾ അക്കാര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്ന് പറഞ്ഞാണ് ദേവസ്വം മന്ത്രി K മുരളീധരൻ തടിയൂരിയത്. പിന്നീട് മുരളിയുടെ ശക്തമായ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം മുഖ്യമന്ത്രി തന്നെ പിൻവലിച്ചു. അതേസമയം ശേഷാദ്രിനാഥിന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. താൻ KSU ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് SFI നേതാവായിരുന്ന ശേഷാദ്രിനാഥ് എന്ന് നിയാസ് പറയുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PM നിയാസ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ എന്നിവർക്ക് ഒരേ സമയം കടുത്ത ഭാഷയിൽ കത്തയച്ചു കഴിഞ്ഞു. ഈ കത്താണ് പുതിയ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ എത്തിക്കുന്നത്. സംഖ്യയായി പ്രവർത്തിച്ച് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റപ്പെടുത്താൻ നോക്കിയവർ UDF ഭരണകാലത്ത് ഇത്തരം സുപ്രധാന തസ്തികകളിൽ വാഴ്ത്തപ്പെടുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നാണ് കത്തിലെ ഉള്ളടക്കം. ഒരു കാലത്തും പാർട്ടിക്കൊപ്പം നിൽക്കാത്തവർക്ക് ഉയർന്ന പദവികൾ വെള്ളത്താലത്തിൽ വെച്ച് നീട്ടുമ്പോൾ സാധാരണ പ്രവർത്തകരുടെ മനോവീര്യം തകരുമെന്നും നിയാസ് ഓർമ്മിപ്പിച്ചു. UDF മുന്നണിക്കുള്ളിലും കോൺഗ്രസ് ഘടകകക്ഷികൾക്കിടയിലും ഈ നിയമനം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്. മുൻ SFI നേതാവ് ഇപ്പോൾ സംഖ്യയാണെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇതിൽ മുസ്ലിം ലീഗ് നിയാസിനെ തള്ളാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. KM ഷാജി വിഷയത്തിൽ പ്രതികരിച്ചില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇത്തരം വിവാദങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനങ്ങളിൽ ലീഗ് ഇടപെടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ വിവാദം വേണ്ടെന്ന നിലപാടാണ് എടുക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ കൂടി തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് കമ്മീഷണറെ നിയമിച്ചത്. എന്നാൽ കമ്മീഷണറുടെ നിയമന ഉത്തരവിൽ ഒപ്പിടേണ്ടത് ഗവർണറാണ്. അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പുനരാലോചന ഉണ്ടാകാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. എന്നാൽ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് AICC നേതൃത്വം തന്നെ ഡൽഹിയിൽ ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. മുൻപ് നടന്ന പല നിയമനങ്ങളിലും ഇത്തരത്തിൽ വിവാദം പൂത്തിരുന്നു. അധികാരം ഏറ്റെടുത്ത് പുതുമണം മാറും മുമ്പ് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ നിയമനത്തിൽ സർക്കാരിന്റെ കൈപൊള്ളി. മന്ത്രിമാരുടെ സ്റ്റാഫിലും സർക്കാർ നിയമിക്കേണ്ട തസ്തികകളിലും നിയമിക്കുന്നവരുടെ രാഷ്ട്രീയ ധാർമ്മിക പരിശോധന കോൺഗ്രസ് നടത്താനാവില്ലെന്നാണ് പരാതി. KPCC പ്രസിഡന്റ് അടക്കമുള്ള പാർട്ടി ഭാരവാഹികൾ സർക്കാരിന്റെ ഭാഗമായതോടെ സംഘടനാ തലത്തിൽ കോൺഗ്രസ് മന്ദീഭവിച്ച അവസ്ഥയിലാണ്. ഒരു മാസത്തിനുള്ളിൽ സർക്കാർ നൽകിയ വടി ഉപയോഗിച്ച് ആഞ്ഞടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ് ഇതുണ്ടാക്കിയ മാറ്റം. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച ബന്ധുവിനും സർക്കാരിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച KB പ്രദീപിനുമാണ് വിവാദങ്ങൾക്ക് പിന്നാലെ രാജിവെക്കേണ്ടി വന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതിഭാഗത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന പ്രദീപ് ദേവസ്വം ബോർഡിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് നിയമിച്ചതെങ്കിലും അക്കാര്യം ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. ഇത് ദുരൂഹതയ്ക്ക് ബലം നൽകാൻ പ്രതിപക്ഷം ഉപയോഗിച്ചു. ഈ നിയമനത്തിന് പിന്നിൽ നടന്നത് എന്താണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വ്യക്തമല്ല. പാർട്ടിയുടെ ഒരു ഘടകവും ഈ നിയമനത്തിനായി ശുപാർശ ചെയ്തിട്ടില്ല. KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവിനെ നിയമിച്ചതാണ് സർക്കാരിന്റെ ചീത്തപ്പേരുണ്ടാക്കിയ ആദ്യ സംഭവം. മന്ത്രിയുടെ ന്യായീകരണത്തിന് കോൺഗ്രസ് നേതാക്കൾ കാര്യമായ പിന്തുണ നൽകിയില്ലെങ്കിലും അവരുടെ നിശബ്ദത മന്ത്രിക്ക് പിന്തുണയായി. പക്ഷെ മന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പലയിടത്തായുള്ള നിയമന പട്ടിക പ്രസിദ്ധീകരിച്ച് CPM പ്രചാരണം കടുപ്പിച്ചതോടെ രാജിവെച്ചു. ജനങ്ങളുടെ പിന്തുണ ഇല്ലാതാക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്ന് ഈ ഘട്ടത്തിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതാണ്.
MG സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സർക്കാർ പട്ടിക നൽകിയില്ല എന്നതാണ് പ്രതിപക്ഷം ആയുധമാക്കിയ മറ്റൊരു വിഷയം. ഇതോടെ ഗവർണർ നേരിട്ട് നിയമനം നടത്തി. സംഘപരിവാർ അനുകൂലിയായ ഒരാളെയാണ് VC ആക്കിയതെന്നും അതിനുവേണ്ടിയുള്ള ഡിലീറ്റിന്റെ ഭാഗമായാണ് സർക്കാർ പട്ടിക നൽകാതിരുന്നത് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. VC നിയമനത്തിൽ പിണറായി സർക്കാർ ഗവർണറുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിക്കുന്നതിനിടയിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിവാദം. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനത്തിന് ഒരു സമിതിയെ രൂപവൽക്കരിക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് ദൈനംദിന കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു നാഥൻ പോലും ഇല്ലാത്ത സ്ഥിതിയിലാണിപ്പോൾ കോൺഗ്രസ്. ഇതിൽ ഉടൻ മാറ്റമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മന്ത്രിമാരുടെയും MLA-മാരുടെയും പേഴ്സണൽ സ്റ്റാഫിലും വകുപ്പുകളിലെ നിർണായക തസ്തികകളിലും LDF അനുഭാവികളായ ജീവനക്കാരെ നിയമിക്കുന്നതിൽ UDF അനുകൂല സർവീസ് സംഘടനകൾ കടുത്ത അതൃപ്തിയിലാണ്. കൊത്തി മുറത്തിൽ കയറി കൊത്താനാണ് നീക്കം. ഏറ്റവും ഒടുവിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച ശരത് ചന്ദ്രനെ കോൺഗ്രസുമായി ബന്ധമില്ലെന്നും BJPയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തെത്തി. മുൻ സ്പീക്കർ കൂടിയായ N ശക്തൻ MLA-യുടെ PA ആയി CPI യൂണിയനിൽപ്പെട്ട ആളെ നിയമിച്ചെന്നാരോപിച്ച് UDF സംഘടന രംഗത്തെത്തിയെങ്കിലും തീരുമാനം തിരുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീഷിനെതിരെ സതീഷിന്റെ നുണകൾ എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് ആരംഭിച്ച് പ്രചാരണം നടത്തിയ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജീവനക്കാരനെതിരെ സർക്കാർ അന്വേഷണം നടത്താൻ ഒരുങ്ങവേ ഇയാൾക്ക് സുരക്ഷിത നിയമനം നൽകാൻ അണിയറ നീക്കം തുടങ്ങിയെന്ന ആക്ഷേപമുണ്ട്. ഒരു CPM MLA-യുടെ PA ആയി നിയമിച്ച് സർക്കാർ അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കം. PRD അറിയാതെയുള്ള നിയമന നീക്കത്തിന് പിന്നിൽ സർക്കാരിനുള്ളിലെ തന്നെ ചില CPM അനുകൂല ലോബികളാണെന്നും സർവീസ് സംഘടനകൾ ആരോപിക്കുന്നു. ഇയാൾ VD സതീഷിനെതിരെ പ്രചാരണത്തിന് ആഹ്വാനം ചെയ്ത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം സന്ദീപ് വാര്യർ MLA-യാണ് പുറത്തെത്തിച്ചത്. ഒന്നാം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നയാളുടെ ഭാര്യയെ മുഖ്യമന്ത്രിയുടെ മാധ്യമ സംഘത്തിലേക്ക് തിരികെ കയറ്റാനും ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. സർവീസ് സംഘടന നൽകിയ പട്ടിക വെട്ടി പകരം ഇവരെ നിയമിക്കാനാണ് ചരടുവലി നടക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നയാളെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലോ വകുപ്പ് ആസ്ഥാനത്തോ നിയമനം നൽകാനും ധാരണയായിട്ടുണ്ട്. മറുവശത്ത് 10 വർഷമായി PRD ഡയറക്ടറേറ്റിൽ നിന്ന് LDF സർക്കാർ മാറ്റി നിർത്തിയിരുന്ന UDF അനുഭാവിയായ അഡീഷണൽ ഡയറക്ടറെ വകുപ്പിൽ തിരിച്ചെത്തിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്ന പരാതിയും സംഘടനകൾക്കുണ്ട്. 10 വർഷം LDF ഭരണമായിരുന്നതിനാൽ അനുഭവ പരിചയമുള്ള UDF അനുഭാവികളായ പേഴ്സണൽ സ്റ്റാഫിനെ കിട്ടാനില്ലെന്ന പരാതി മന്ത്രിമാർക്കുണ്ട്. കോൺഗ്രസുകാരെ തല്ലിയ MR അജിത് കുമാറിനെതിരെ തെളിവുണ്ടായിട്ടും നടപടിയെടുക്കാത്തതും വിവാദമായിട്ടുണ്ട്. സുരക്ഷാ സംഘത്തെ രക്ഷിക്കാൻ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാർ കേസിൽ ഇടപെട്ടതെന്ന് സൂചനയുണ്ട്. ഈ വർഷം ജൂലൈയിൽ DGP റാങ്ക് ലഭിക്കാനിരിക്കെയാണ് അജിത് കുമാറിന്റെ മേൽ കുരുക്കുമുറുകുന്നത്. ആദ്യ അന്വേഷണത്തിന്റെ കേസ് ഡയറി തിരുത്തിയതിന് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്നും മർദ്ദനമേറ്റ ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു. സുരക്ഷാ സംഘത്തെ കുറ്റവിമുക്തരാക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടന്നെന്നാണ് വിവരം. കേസ് ഡയറി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തിരുത്തിയെന്നും പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയെന്നുമാണ് SIT കണ്ടെത്തൽ. എന്നാൽ ഇന്നും അജിത് മാറ്റമില്ലാതെ തുടരുന്നു. ഇനി ശബരിമലയുടെ കാര്യമോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയ ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നും മുരളീധരൻ പറഞ്ഞു. SITയെ മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. ഹൈക്കോടതിയാണ് അവരെ നിയമിച്ചിട്ടുള്ളത്. നിയമവശം പരിശോധിച്ചിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിലും ഒന്നും സംഭവിച്ചില്ല. ഇത്തരത്തിൽ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ നീങ്ങുന്നതിൽ നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. അതേസമയം മറ്റു പാർട്ടിക്കാർ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇതാണ് പാർട്ടിയിൽ ഇന്ന് കാണുന്ന അസ്വാരസ്യങ്ങളുടെ അടിസ്ഥാനം. പൂർണ്ണസമയ KPCC അധ്യക്ഷനില്ലാത്തത് വലിയ പോരായ്മയായി മാറുന്നു. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെയായി. ഏതായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. അതിന് കാത്തിരിക്കുകയാണ് പ്രവർത്തകർ.